بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا وجميع المؤمنين والمؤمنات. അപ്പോൾ പള്ളികളിൽ വിളക്ക് കത്തിക്കുന്നത് അതിൻ്റെ വിധി പറഞ്ഞു. പള്ളിയിലെ പായ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി, പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വരുമാനം എന്തിനൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പഴയ പള്ളി പൊളിച്ചാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി പറയുന്നത് മഖബറൊക്കെ സാധാരണ വഖഫ് ചെയ്യപ്പെട്ടതായിരിക്കുമല്ലോ, ചിലപ്പോൾ മുസബ്ബലത്തുണ്ടാകും, അതിലെ പഴങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. അതിനെക്കുറിച്ചും പറയാനുള്ളത്, മഖബറയുടെ മസ്ലഹത്തിന് വേണ്ടിയാണ് അതിൻ്റെ പഴങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതേമാതിരി പള്ളിയിലൊരു മരം കുഴിച്ചിട്ടു. പള്ളിയിലിപ്പം വാർപ്പും ഇതൊക്കെ പഴയ കാലത്തല്ലേ. പള്ളി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കെട്ടിടങ്ങളോ ഒന്നും നിർബന്ധമല്ലല്ലോ, ഒരു ഭൂമി അവിടെ വഖഫ് ചെയ്താൽ മതി. അപ്പോൾ അവിടെയുള്ള മരങ്ങൾ പള്ളിയുടേതാണ്, പള്ളീൻ്റെ മസ്ലഹത്തിന് വേണ്ടിയാണ്. ഒരു മഖബറയിൽ ഉപയോഗമില്ലാതെയായി, മഖബറ ഉപയോഗശൂന്യമായി എന്ന് കരുതിയിട്ട് അത് വാടക കൊടുക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? പറ്റില്ല എന്നല്ല, പറ്റും. എന്നിട്ട് മഖബറിൻ്റെ മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടി അതിൻ്റെ പൈസ ഉപയോഗിക്കും. വഖഫ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ വിഷയം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. നമ്മൾ സമയം കുറവായതുകൊണ്ട് വേഗം അർത്ഥം പറയാലോ. ഫർവൻ സമറു ഷജരിൻ നാബിത്തി ബിൽ മഖബറത്തി അൽ മുബാഹത്തി. മുബാഹായ മഖബറയിൽ, അതായത് വേറെ അടുത്തുനിന്ന് കയ്യേറിയ മഖബറൊന്നുമല്ല, കയ്യേറ്റം ചെയ്യപ്പെട്ട ഭൂമിയിലുള്ള മഖബറൊന്നുമല്ല, അനുവദനീയമായ മഖബറയിൽ മുളച്ചുണ്ടായ വളർന്ന മരത്തിൻ്റെ പഴം മുബാഹുൻ, അതാർക്കും കഴിക്കാവുന്നതാണ്, അതാരതുമല്ല, അതിന് പ്രതിഫലം കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. എന്നാൽ വസ്വർഫുഹു ലിമസ്വാലിഹിഹ ഔല, മഖബറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സമറുൽ മഗ്റൂസി, ഇനി മൂത്ത് വരികയാണ്. സമറു എന്നുള്ള മൂത്താൻ്റെ ഖബർ മുബാഹു എന്നായിരുന്നു. ഇനി സമറു എന്നുള്ളതിൻ്റെ ഖബർ മിൽക്കുഹു എന്നുള്ളതാണ്. പള്ളിയിൽ കുഴിച്ചിട്ട മരത്തിൻ്റെ വറസ എന്നാണ് കുഴിച്ചിട്ട പഴം, മിൽക്കുഹു അത് പള്ളീൻ്റെ ഉടമസ്ഥതയാണ്. ഇൻ ഒരിസലഹു, പള്ളിക്ക് വേണ്ടി കുഴിച്ചിട്ടതാണെങ്കിൽ, പള്ളിക്ക് വേണ്ടി നട്ടതാണെങ്കിൽ, അപ്പോൾ ഫൈസ്റഫുൽ മസാലി, പള്ളീൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ വിനിയോഗിക്കപ്പെടണം. ഇനി വൈന് ഒരിസൽ യൗക്കല ഔ ജുഹിലൽ ഹാലുഫും പോകാൻ, ഇനി തിന്നാൻ വേണ്ടിയാണ് കുഴിച്ചിട്ടത്, പള്ളിയിൽ കുഴിച്ചിട്ടത് വാഴയോ മറ്റോ ഒക്കെ നട്ടത് ആളുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ജുഹിലൽ ഹാലു, അതിനെക്കുറിച്ചുള്ള അവസ്ഥ അറിയില്ലെങ്കിൽ, മുബാഹുൻ, അപ്പോഴും പള്ളിക്കും വേണ്ടിയാണോ തിന്നാൻ വേണ്ടിയാണോ ലേലം വിളിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ലെങ്കിലും ആ പഴങ്ങൾ കഴിക്കാവുന്നതാണ്. പഴം എന്നത് ഉദാഹരണമാണ് അല്ലേ. തെങ്ങ് ഒക്കെ പെട്ടു. അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ള ഒരു മസലയാണ് പറയുന്നത്. ഒരു മഖബറ ലൈസലിൽ ഇമാമി, ഭരണാധികാരിക്ക് അനുവദനീയമല്ല കേട്ടോ. ഇദന്തറസത്ത് മഖബറത്തുൻ, ഒരു മഖബറ തേഞ്ഞു മാഞ്ഞു പോയി എന്ന് വെച്ചാൽ അവിടെ അടയാളങ്ങളൊന്നുമില്ല, മഖബറയിൽ അടയാളങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഇന്തറസ എന്നാണ് അർത്ഥം. വലം യബഖ ബിഹാത്റുൻ, അവിടെ ഒരു അടയാളവും ബാക്കിയും ഇല്ല എങ്കിൽ അവിടെ ഭരണാധികാരിക്ക് അനുവദനീയമല്ല ഇജാറത്തു ഹാലി സിറാത്തി, കൃഷിക്ക് വേണ്ടി അങ്ങനെ വാടകയ്ക്ക് കൊടുക്കൽ അനുവദനീയമല്ല. ലൈസൻ്റെ ഫായിലാണ്, ഇസ്മാണ് ഇജാറത്തു, വാടകയ്ക്ക് കൊടുക്കൽ അനുവദനീയമല്ല. ആർക്ക്? ലിൽ ഇമാമി, ഭരണാധികാരിക്ക്. അത് ജാർ മജ്റൂർ ഖബർ ലൈസൻ്റെ. കൃഷി എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. ഇനി പീടിക ഉണ്ടാക്കാനോ കെട്ടിടം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല, ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനോ റൂം ഉണ്ടാക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബസ്സറഫ് ഖല്ലത്തി ഹാലിൽ മസാലി, എന്നിട്ട് ആ വാടക കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലും
പറ്റില്ല. അപ്പോൾ ഹുമില അലൽ മൗഖൂഫത്തി, ഈ പറഞ്ഞത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയെക്കുറിച്ചാണ്, വഖഫ് ചെയ്യപ്പെട്ട മക്ബറയെക്കുറിച്ചാണ്. ഹുമില ഇതിനെ ചുമത്തപ്പെട്ടിരിക്കുന്നതിന് മൗഖൂഫത്തി, വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയുടെ മേൽ മക്ബറ വഖഫ് ചെയ്യപ്പെടുമ്പോൾ. അപ്പോൾ ഒരാളെ ഉടമസ്ഥതയിലുള്ള മക്ബറയാണെങ്കിലോ ഒരാളെ ഭൂമി മക്ബർ മറമാടാൻ വേണ്ടി വിട്ടുകൊടുത്തു, പിന്നെ ആരും മറമാടാതെയായി തേഞ്ഞു മാഞ്ഞു പോയാൽ അത് പിന്നെ ലിമാലിക്ക് അതിന് ഉടമസ്ഥൻ തന്നെയാണ്. ഇനൊരിഫ ഉടമസ്ഥൻ ആരാണ് എന്നറിയപ്പെട്ടാൽ, ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫമാലും ലായൻ, അത് ഉടമസ്ഥരില്ലാത്ത ഭൂമിയാണ്. അതാണ് ലായ ഭൂമി എന്ന് പറഞ്ഞാൽ. ഉടമസ്ഥരില്ലാത്ത ഭൂമിയാണ് ഉടമസ്ഥരെ അറിയപ്പെടാത്ത ഭൂമി, പാഴായിപ്പോയ ഭൂമി. ലാ എന്ന് പറഞ്ഞാൽ പാഴായി എന്നാണ്. അതായത് ഉയ്സ മിൻ മാരിഫത്തിഹി, ഉടമസ്ഥനെ അറിയാൻ ഒരു മാർഗവുമില്ല, ഉടമസ്ഥനെ അറിയാൻ യാതൊരു മാർഗവുമില്ല. ഉടമസ്ഥൻ ആരാണ് എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലായിയായ മാലാണ്. ലായിയായ മാൽ ഉടമസ്ഥരില്ലാത്ത സ്വത്തിനെക്കുറിച്ച് എന്താ വിധി? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, ആളറിയില്ല, ആരുതാന്നറിയില്ല, അങ്ങനത്തത്. അവിടെ ഭരണാധികാരി അല്ലെങ്കിൽ ഖാദി ബിൽ മസ്ലഹത്തി, എന്താണോ ആ പൈസ കൊണ്ട് ഏറ്റവും മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്രദമായത് അതാണ് ചെയ്യേണ്ടത്. അതുപോലെ വക്കത്തിന് മജ്ഹൂലത്തും, ഉടമസ്ഥൻ അറിയാത്ത, അത് ഉടമസ്ഥതയിലുള്ളതാണോ വഖഫ് ചെയ്യപ്പെട്ടതാണോ ഒന്നും അറിയില്ല, അതിൻ്റെയും വിധി അങ്ങനെ തന്നെയാണ്. ആദ്യം പറഞ്ഞ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരുന്നു, ഉടമസ്ഥൻ അറിയപ്പെട്ടു, പിന്നെ ആരാണ് ഉടമസ്ഥൻ അറിയാത്ത പ്രശ്നമാണ്. ഇവിടെ പറയുന്നത് ഉടമസ്ഥതയിലുണ്ടായിരുന്നതാണോ എന്ന് തന്നെ അറിയില്ല, വഖഫ് ചെയ്യപ്പെട്ടതാണോ എന്നും അറിയില്ല, അങ്ങനത്തെ ഭൂമിയെക്കുറിച്ചാണ്. ഓക്കെ. പിന്നെ ഇനി പറയാനുള്ളത് അപ്പോൾ അടുത്തത് അല്ലാമ തമ്പുതാവി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടൊരു ചോദ്യമാണ്. മുസബ്ബലായ മക്ബറയിൽ, അതായത് ഇങ്ങനെ കലാകാലങ്ങളായിട്ട് മുസ്ലിമീങ്ങൾ മറമാടി വരുന്ന ഒരു മക്ബറ, മുസബ്ബലായ മക്ബറയിൽ എന്ത് ചെയ്തു? മുളച്ച ഒരു മരം, അതിന് പഴങ്ങളൊന്നുമില്ല, കുറേ കൊമ്പുകളും തടിയൊക്കെയാണുള്ളത്. അപ്പോൾ ഖാദിക്ക് അതിന് വെക്കാൻ പറ്റുമോ എന്നാണ്. അതേ വെക്കാം. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാം. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മരത്തിൽ പഴമുണ്ടെങ്കിൽ ആ പഴങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞത്? അത് വേണമെങ്കിൽ ആർക്കും കഴിക്കാം, അല്ലെങ്കിൽ ആ മക്ബറിൻ്റെ മസലത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കൽ നല്ലത് എന്ന് പറഞ്ഞല്ലോ. നോക്കൂ, ഇമാം തമ്പുതാവി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, ഫീ ഷജറത്തിൻ നബത്തത്ത് ബി മക്ബറത്തി മുസബ്ബല, മൗഖൂഫായ മക്ബറക്കയിൽ പെട്ടതാണ്. മുസബ്ബലായ മക്ബറയിൽ മുളച്ചുണ്ടായ വളർന്നുണ്ടായ ഒരു മരത്തെക്കുറിച്ച്. വനം വെക്കുല്ലഹാ സമരണം, അതിന് പഴങ്ങളൊന്നുമില്ല, ഉപകാരപ്പെടുന്ന തേക്കോ അങ്ങനെയുള്ള മരങ്ങളാണ്, ഉപകാരപ്രദമായ പഴങ്ങളൊന്നുമില്ല, തേക്കോ ചന്ദനോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഇല്ല. പക്ഷേ അന്നബിഹ അക്ഷാബൻ കസീർ, അതിന് കുറേ കൊമ്പുകളും മരങ്ങളൊക്കെ ഉണ്ട്. ഹഷബ് എന്ന് പറഞ്ഞാൽ മരം, മരത്തടി, കൊമ്പുകൾ. അക്ഷാബ് എന്ന് പറഞ്ഞാൽ ഫുറൂഅ് എന്നർത്ഥം, മരത്തിൻ്റെ കൊമ്പുകൾ. തസ്ലഹുൽ ബിനായി, അത് എന്ത് പറ്റും? കെട്ടിടമുണ്ടാക്കാൻ പറ്റും. എന്നാൽ വലം യക്കുല്ലഹ നാദിറുൻ ഖാസുൻ, അതിനൊരു പ്രത്യേക മേൽനോട്ടക്കാരനുമില്ല. ചിലപ്പോൾ മക്ബറൊക്കെ വഖഫ് ചെയ്യുമ്പോൾ അതിൻ്റെ മേൽനോട്ടക്കാരൻ ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് വാഖിഫ് ഒരാളെ നിർണയിച്ച് നൽകും. അങ്ങനെയുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മക്ബറൊക്കെ ഒന്നും പ്രത്യേക നാദിറില്ലല്ലോ, കമ്മിറ്റിക്കാരല്ലേ നോക്കലേ. അവിടെ ഫഹലിൻ നാദിരിൽ ആമി, പൊതു മേൽനോട്ടക്കാരൻ അനുവദനീയമാണോ? അഥവാ പൊതു മേൽനോട്ടക്കാരനാരാ? ഖാദിയാണല്ലോ അല്ലേ. വഖഫിൻ്റെ പൊതു മേൽനോട്ടക്കാരനാരാ? ഖാദി. വഖഫിന് പ്രത്യേക മേൽനോട്ടക്കാരില്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടക്കാരൻ ഖാദിയാണ്. ഖാദിക്ക് അനുവദനീയമാണ് ബൈഉഹ, അത് വിൽക്കലും, ഖത്ഉഹ
ആ മരങ്ങളൊക്കെ മുറിക്കലും ആ കൊമ്പുകളൊക്കെ മുറിക്കലും സ്വറഫു ഖീമത്തിഹ ഇലാ മസ്വാലിഹിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ വില വിനിയോഗിക്കലും അനുവദനീയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഅജാബ, മറുപടി പറഞ്ഞു അംലിൽ ഖാദി ഫി ഷജറത്തിൻ നാബിതത്തി ഫിൽ മഖ്ബറത്തി, മഖ്ബറയിൽ മുളച്ചുണ്ടായ മരം, അൽ ആമത്തി പൊതു മഖ്ബറയിൽ, അൽ മുസബ്ബരത്തി അതന്നെ വഖഫ് ചെയ്യപ്പെട്ടതാണോ അല്ലേ എന്നറിയാത്ത സ്വകാര്യ മഖ്ബറല്ല, എന്നാൽ വഖഫ് ചെയ്യപ്പെട്ടതാണോ അല്ലേ എന്നറിയില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളായി മറമാടി വരുന്നതാണ്, ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ല. അത്തരം മഖ്ബറയിൽ ഉള്ള മരത്തിൽ പറഞ്ഞു വിൽക്കാം, ആ മരം തന്നെ വിൽക്കാം, കൊമ്പ് മാത്രമല്ല മരം വിൽക്കാം. സ്വറഫു സമനിഹ ഫി മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതിൻ്റെ വില വിനിയോഗിക്കുകയും ചെയ്യാം. ഏതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, സമരി ഷജറത്തില്ലത്തി ലഹാ സമറുൻ, പഴങ്ങളുള്ള മരത്തിൻ്റെ പഴങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ അവിടെ എന്താ പറഞ്ഞത്, ഫൈന സർഫഹാ ഫി മസാലിഹിൽ മഖ്ബറത്തി ഔല, മഖ്ബറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പഴം ഉണ്ടെങ്കിൽ അത് കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഹാദാ ഇന്ദ സുഖൂതിഹാ ബിൻ അഹ്ബിരീൻ, ഒരു വിശദീകരണം, മരം തന്നെ മുറിച്ചാൽ പിന്നെ അവിടെ ആകെ ചൂടാവൂലേ, അപ്പോൾ അതിന് വിശദീകരണം ഹാദ, ഇതിനെ വിൽക്കാം മുറിക്കാം എന്ന് പറഞ്ഞത് ഇന്ദ സുഖൂതി, ആ മരം വീഴുമ്പോഴാണ്, ബിനാഹ്ബിരീഹിനും കാറ്റോ മറ്റോ പറ്റി താഴെ വീഴുമ്പോഴാണ്. അമ്മ കത്തുഹ മഴ സലാമത്തിഹ, മരത്തിന് പരിക്കൊന്നുമില്ലാതെ അതിനെ മരത്തെ മുറിക്കുന്നത്, ഫയൽഹറു, അതിനെക്കുറിച്ച് പറയാനുള്ളത് മനസ്സിലാകുന്നത് ഇബഖാഉഹ, അതിനവിടെ തന്നെ നിലനിർത്തണം, മുറിക്കരുത് എന്നാണ്. എന്താണ് കാര്യം, ഡിഫ്ഖി ബിസായിരി, സിയാറത്തിന് വരുന്നവർക്ക് ഉപകാരം കിട്ടാൻ വേണ്ടി, കാരണം വെയിലുണ്ടാവില്ല, ഡിഫ്ഖ് എന്നാണ് ഉപകാരം. വൽ മുശയ്യി, അതുപോലെ തന്നെ മരിച്ച ആളുകളെ സംസ്കരിക്കുന്ന ആളുകളില്ല, അഥവാ ഖബർ കുത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, മുശയ്യി തശ്യീൽ, മയ്യത്തിനെ പരിചരിക്കുക, മയ്യത്തിനെ പരിചരിക്കുന്നവർക്കും സിയാറത്ത് ചെയ്യുന്നവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടി അത് അവിടെ തന്നെ നിലനിർത്തലാണ് നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. മഖ്ബറിൻ്റെ മസനത്ത് പറഞ്ഞാൽ മണ്ണുണ്ടിടുക, ചുറ്റുവണ്ണിൽ കെട്ടുക, വെള്ളം വരുന്നതൊക്കെ തടയുക, ഖബറാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കുക, അവിടെ വഴി ഉണ്ടാക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. മഖ്ബറയ്ക്ക് വേണ്ടി മരത്തിൻ്റെ ഉപകാരം മഖ്ബറക്ക് തന്നെ ഉപയോഗിക്കണം എന്നർത്ഥം. ഇപ്പോൾ പള്ളിയിൽ ദർസ് നടത്താൻ എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്താൽ ദർസ് നടത്താൻ തന്നെ ഉപയോഗിക്കണമല്ലോ. ദർസില്ലാതായാൽ പൈസ അവിടെ സൂക്ഷിക്കണം ദർസ് ഉണ്ടാകുന്നത് വരെ. അതുപോലെ മഖ്ബറിൻ്റെ മരം വിറ്റാൽ അതിൻ്റെ പൈസ അവിടെ സൂക്ഷിക്കണം. അപ്പം ഇനി മഖ്ബറക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നീട് ആവശ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മഖ്ബറിൻ്റെ മസ്ലഹത്തിനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മുറിക്കേണ്ടതെന്ന് ഖാദിയാണ് തീരുമാനിക്കേണ്ടത്. സിയാറത്ത് ചെയ്യുന്നതൊക്കെ സൗകര്യം വേണോ ഇല്ലേ അതിൻ്റെയൊക്കെ നോക്കിയിട്ട് മുറിക്കണ്ടതൊക്കെ നോക്കുക. ശരി. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.